തളർത്താൻ 10 പേര് കാണും, പുച്ഛിക്കാൻ 100 പേര് കാണും. പക്ഷേ ജയിക്കാമെന്ന് നീ ഒരൊറ്റ ആൾ വിചാരിച്ചാൽ മാത്രം മതി. അർഹതയില്ലാത്ത ഒരാൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നത് പ്രണയമായാലും സൗഹൃദമാണെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെടും, പിന്നെ സമാധാനം, പിന്നെ സന്തോഷം, ഒടുവിൽ നിങ്ങൾക്ക് നിങ്ങളെയും. ആരുമില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ജീവിക്കണം. തോറ്റുപോയാലും ഒറ്റപ്പെട്ടാലും ജീവിക്കണം. തകർന്നു പോയാലും മാറ്റി നിർത്തപ്പെട്ടാലും ജീവിക്കണം. കാരണം ജീവിതം ഒന്നേ ഉള്ളൂ. അത് നഷ്ടപ്പെടുത്തിയാൽ മറ്റൊന്ന് കിട്ടിയെന്ന് വരില്ല. ജീവിതം മനോഹരമാകണമെങ്കിൽ നമ്മൾ ആരെയും തേടിപ്പോകാതെ നമ്മളെ തേടിയെത്തുന്നവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാൽ മാത്രം മതി. ആരിൽ നിന്നും ഒന്നും പിടിച്ചു വാങ്ങാൻ ശ്രമിക്കരുത്. അങ്ങനെ വാങ്ങുന്നത് ഒന്നും നിലനിൽക്കുകയില്ല. നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ അത് നമ്മുടെ കയ്യിൽ തന്നെ വന്നു ചേരും. വ്യാജ സുഹൃത്തുക്കൾ നിഴലുകൾ പോലെയാണ്. അവർ നിങ്ങളെ സൂര്യനിൽ പിന്തുടരുന്നു, പക്ഷേ നിങ്ങളെ ഇരുട്ടിൽ ഉപേക്ഷിക്കുന്നു. ഒരു കാര്യവും പിന്നത്തേക്ക് മാറ്റി വയ്ക്കാതിരിക്കുക. ഇപ്പോൾ എവിടെയാണോ അവിടെ നിന്നുകൊണ്ട് തന്നെ തുടങ്ങുക. സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കാറില്ല. നിങ്ങളുടെ പങ്കില്ലാതെ നിങ്ങൾക്ക് വിജയിക്കാൻ ആവില്ല. നിങ്ങളുടെ പങ്കില്ലാതെ നിങ്ങൾക്ക് തോൽക്കാനും ആവില്ല. നമ്മുടെ അവശതകളെ പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയും പോലെ വേറെ ആർക്കും കഴിയില്ല. ആരുടെയും അസ്വസ്ഥതകൾക്ക് മറുപടി നൽകേണ്ടതില്ല. സത്യസന്ധമായി നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അതിൻ്റെ ആവശ്യവുമില്ല. നമുക്ക് ഒരു വീഴ്ച സംഭവിച്ചാൽ തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകരുത്. എങ്ങനെ നമ്മൾ വീണുപോയി എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്കൊരിക്കലും ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയില്ല. ആത്മവിശ്വാസത്തോടെ പൊരുതിയവർക്ക് ഒരിക്കലും പരാജയം തുടർച്ചകളാവില്ല. നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന വിശ്വാസം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഊർജം പകരും. നഷ്ടം മറ്റൊരു ലാഭത്തിനു വേണ്ടിയുള്ള മാറ്റം മാത്രമാണ്. അതിനാൽ നഷ്ടത്തെക്കുറിച്ച് ചിന്തിച്ച് സങ്കടപ്പെടാതിരിക്കുക. ഒരു നാട് നശിക്കുന്നത് തിന്മ ചെയ്യുന്നവരെ കൊണ്ടായിരിക്കില്ല, പകരം തിന്മ കണ്ടിട്ടും പ്രതികരിക്കാത്തവരെ കൊണ്ടായിരിക്കും. വാക്കുകൾ താക്കോൽ പോലെയാണ്. ഏത് ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കാനും അതുപോലെ ഒരിക്കലും തുറക്കാനാവാത്ത വിധം പൂട്ടുവാനും വാക്കുകൾക്ക് കഴിയും. ജീവിതത്തിലെ നേട്ടങ്ങൾ മാത്രം വിലയിരുത്തുകയാണെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും സംതൃപ്തനായിരിക്കും. എന്നാൽ ജീവിതത്തിൽ ഇല്ലാത്തതിനെ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും മതിയാകില്ല. പരിധികൾ സ്വയം നിർണയിച്ച് ഒരു കൂട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടുവാൻ നിങ്ങൾ ഒരിക്കലും തയ്യാറാകരുത്. നിങ്ങളുടെ മനസ്സ് എത്രയും ദൂരം ചെന്നെത്തുന്നുവോ അത്രയും ദൂരം പോകുവാൻ നിങ്ങളും തയ്യാറാവുക. ഓർക്കുക, വിശ്വാസമുണ്ടെങ്കിൽ നിശ്ചയമായും പ്രവർത്തിക്കുവാനും സാധിക്കും. സ്വന്തം മനസ്സിൻ്റെ മനോഭാവം അനുസരിച്ചായിരിക്കും നമ്മൾ കാണുന്ന കാഴ്ചകളുടെ ഭംഗി. നമ്മുടെ ലോകം സ്വയം കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ കർമ്മമാണ്. അതിനുവേണ്ടി നമ്മളെ സമർപ്പിക്കുക എന്നത് ധർമ്മവും. മറ്റുള്ളവരുടെ അഭിപ്രായത്തേക്കാൾ സ്വന്തം മനസ്സമാധാനത്തിന് പ്രാധാന്യം നൽകുക. ഓർമ്മപ്പെടുത്തി ആരെയും കൂടെ നിർത്തേണ്ടതില്ല. നമ്മൾ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ പറയാതെ തന്നെ കൂടെ ഉണ്ടാകും. പറഞ്ഞു തരുന്നതിന് അറിഞ്ഞു തരുന്നതിൻ്റെ ആയുസ്സോ ആത്മാർത്ഥതയോ ഉണ്ടാകണമെന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ കാണിക്കുന്ന മുൻകോപം മുൻപോട്ടുള്ള വഴികളിൽ തടസ്സം സൃഷ്ടിക്കുക മാത്രമല്ല, മറ്റുള്ളവരുടെ മനസ്സിൽ വെറുപ്പും വൈരാഗ്യവും ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്യും. നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ മാത്രമാണ് പരിഹാരം. മറ്റുള്ളവരുടെ കയ്യിൽ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെ കരയിപ്പിച്ച് നേടിയ എല്ലാത്തിനും കരച്ചിൽ കൊണ്ട് തന്നെ കടം വീട്ടേണ്ടി വരുമെന്ന് എപ്പോഴും ഓർക്കുക. ജീവിതത്തിൽ കണ്ടുമുട്ടുന്നവരെ ആശ്രയിച്ച് നിങ്ങളുടെ ഭാവി കണക്ക് കൂട്ടരുത്. ചിലർ വഴി തിരിഞ്ഞു നടക്കും, മറ്റു ചിലർ ജീവിതം പഠിപ്പിക്കും. ചുരുക്കം ചിലർ മാത്രമേ ഒടുക്കം വരെ കൂടെ ഉണ്ടാവൂ. സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം, അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല. ഓർക്കുക, എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല. ജീവിതത്തിൽ തോൽവി അനുഭവപ്പെടുമ്പോഴാണ് മനുഷ്യർ അവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുന്നത്. ചില തോൽവികൾ വലിയൊരു പാഠമാണ്. തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോവുക എന്ന പാഠം.
തോൽവി സമ്മതിച്ച് പിന്മാറരുത്.